ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയതിന് ശേഷം നമുക്കൊരു ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആ പ്രോഗ്രാം കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ മനുഷ്യർ എങ്ങനെയാണോ വീട്ടിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്നത് അതുപോലെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരുപാട് പെട്ടെന്ന്, അതായത് ഇവർ മുമ്പ് അഖിൽമാരാരെ കണ്ടുപിടിച്ച ആളുകളായിരിക്കാം, ശോഭ വിശ്വനാഥിനെ കണ്ടുപിടിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ സാബുവിനെ കണ്ടുപിടിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ റിയാസിനെ കണ്ടുപിടിച്ചതായിരിക്കാം. അങ്ങനെ കുറേ ആളുകളെ പോലെ ആക്ട് ചെയ്തിട്ട് അവരെ പോലെ നിന്നാൽ നമുക്ക് ലാസ്റ്റ് 5 എത്താം എന്നുള്ള ചിന്തയിലൊക്കെ പ്രവർത്തിക്കുന്നത് പോലൊക്കെ തോന്നിയിട്ടുണ്ട്. ഫേക്കായിട്ട് കുറേ ആളുകൾ നിൽക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ അഗ്രസീവായിട്ട് സംസാരിക്കുക, എല്ലാ വിഷയത്തിലും ഇടപെട്ടിട്ട് അഗ്രസീവായിട്ട് സംസാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് കാണുമ്പോൾ. സത്യത്തിൽ നമ്മളായിട്ട് നിൽക്കുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. നമ്മൾ തമാശകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച്, നമ്മൾ വീട്ടിലും നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ചിരിച്ച് കളിച്ച് ആളുകളോട് ഇടപെട്ട് ഗെയിം കളിച്ച് ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെട്ട് നല്ല മാന്യമായ ഭാഷ ഉപയോഗിച്ച് വീട്ടിലൊന്നും നമ്മൾ തെറി വിളിക്കുന്നില്ലല്ലോ എന്നുള്ളതുപോലെ തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. കാരണം വീട്ടിൽ നമ്മൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയി വിളിക്കരുത്, കാരണം അത്ര അധികം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടും, ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കും ആ പ്രോഗ്രാം ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഗ്രാം ആവും. ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് ബിഗ് ബോസ് കാണാനുള്ളൊരു ടെൻഡൻസി കൂടും. എല്ലാ ദിവസവും എല്ലാ എപ്പിസോഡും കാണാം, കാരണം രസകരമാണ്, എന്റർടൈൻമെന്റ് ആണെന്നുള്ളൊരു ചിന്തക്ക് വരും. പക്ഷേ ഇത്തരത്തിലുള്ള വൽഗാരിറ്റിയും ദേഷ്യപ്പെടലും ചീത്ത വിളിക്കലൊക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത കണ്ടീഷൻ വരും, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമായി മാറും. അത് ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നതും ദേഷ്യപ്പെടുന്ന ആളുകളെ എന്താ പറയുക ദേഷ്യത്തോടെ തന്നെ സംസാരിച്ചത് മാറ്റാൻ വരുത്തുന്നത്. കാരണം ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടാണ് അവരെ അപ്ഡേഷൻ വരുത്തുന്നത്. സത്യത്തിൽ ഞാനിപ്പോൾ ചില കാര്യങ്ങളൊക്കെ, കാരണം ബിഗ് ബോസ് എന്നുള്ളത് ഒരു ഗെയിമാണ്, ഒരു ഗെയിം ഷോ ആണ്, ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്, ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആണ്. അത് ബിഗ് ബോസിന്റെ ഒരു ബിസിനസ് കൂടിയാണ്. ഈ പോയ ആളുകൾക്ക് ഒരു വരുമാനം കൂടിയാണ്. അവർക്ക് കാശ് കൊടുത്തിട്ടാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്, ഫ്രീ ആയിട്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ജസ്റ്റ് അവിടെ വരെ പോകുന്നു, അവരുടേതായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ രസിപ്പിക്കുന്നു, അവിടുന്ന് എന്താണോ കിട്ടുന്നത് അതും വാങ്ങിയിട്ട് തിരിച്ചു പോരുന്നു എന്നുള്ളതാണ്. തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് കാലം അവിടെ ജീവിക്കാനുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസ് ഒരു ഗെയിം വെച്ചു, അവിടുന്ന് പോകുന്ന ഒരു RJ ബിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ പോകുമ്പോൾ നമ്മുടെ അപ്പാനി ശരത്തുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു അവർ ഹഗ് ചെയ്യലും പിടിക്കലൊക്കെ ആയിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാനവാസ് വളരെ വൾഗറായിട്ട് ഈ ശരത്തിനെതിരെ ഒരു ആയുധമായിട്ട് കൊണ്ടു നടന്നെന്നുള്ളതാണ്. അതേ ഷാനവാസ് തന്നെ മറ്റൊരവസരത്തിൽ ജിസൈല കറക്റ്റ് പേര് എനിക്ക് പ്രൊണൗൺസ് കിട്ടണില്ല, ആ ഹിന്ദി ലാംഗ്വേജിലുള്ള സ്ത്രീ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളെ വളരെ മോശമായിട്ട് നോക്കുന്നത്, അക്ബർ നോക്കുന്നത് കണ്ടു എന്നും പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വിഷയം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം അങ്ങനെ പറയുമ്പോൾ ഈ അക്ബറിന്റെ വൈഫ്, അതേപോലെ തന്നെ അക്ബറിന്റെ വൈഫ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ വൈഫ്, അപ്പാനി ശരത്തിന്റെ വൈഫ്, ഇവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്, ബിഗ് ബോസിന് വെളിയിലാണ്. 100 ദിവസം വരെ അയച്ചിട്ട് അവർ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. അവർക്ക് ഫാമിലി ഉണ്ട്, അച്ഛൻ, അമ്മ, വാപ്പ, മക്കള്, ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇത് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും കാണുന്നതാണ്. അപ്പോൾ ഒരാളുടെ സ്വഭാവം ഇതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുത്തി തീർക്കുകയാണ് ഇങ്ങനെയുള്ള കമന്റുകളിൽ. എന്ത് ഗെയിമിന്റെ ഭാഗമാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ പ്രൊവോക്ക് ചെയ്യാനോ എന്തോ ആവട്ടെ, പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുമ്പോൾ ആളുകളെ രസിപ്പിക്കാൻ മറ്റു വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്കൊരു പേര് ചാർത്തി കൊടുക്കുക, അയാളൊരു കോഴിയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഫാമിലിക്കും, അവർക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ലൈഫുണ്ട്, ആ ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ അത് മനസ്സിലാക്കും, ചില ആളുകൾ വിശ്വാസത്തിന്റെ പുറത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചില കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ അതിന് ശേഷം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും, അതിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അപ്പോൾ അതിൽ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, ചില ആളുകൾ അഭിനയിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഷാനവാസ് പലതവണ പറഞ്ഞിട്ടുണ്ട് അഭിനയാണെന്ന്. ഈ പറഞ്ഞ പോലെ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അനീഷിന്റെ സ്വഭാവം വളരെ സ്മൂത്താണ്, നാച്ചുറലാണ്, നല്ല വ്യക്തിയാണെന്നൊക്കെ നമ്മൾ അയാളുടെ മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അയാൾ ചില സമയത്തുള്ള അയാളുടെ അവിടുത്തെ ആക്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അയാളവിടെ എന്ത് ചെയ്യുന്നത്, റിയാസിനെ ആക്ട് ചെയ്യുന്ന പോലെ എല്ലാത്തിനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാത്തിനും ഓപ്പോസ് ചെയ്യുക, അത് അത്രത്തോളം ഫേസ് കിട്ടുമെന്നുള്ളതാണ് ക്യാമറയ്ക്ക് മുമ്പിൽ. അപ്പോൾ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു ഗെയിം ആയിരിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അനീഷ് അങ്ങനെ ആള് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം എപ്പിസോഡ് നമ്മൾ വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ബിഗ് ബോസ് ഉറപ്പായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആയതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ബിഗ് ബോസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടെ പറഞ്ഞതും അവിടെ പ്രവർത്തിച്ചതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടിലായിട്ട് മാറും. മുൻ ബിഗ് ബോസിലൊക്കെ അത് എവിഡന്റ് ആയിരുന്നു. അവരുടെ ജാസ്മിൻ ജാഫറും അതുപോലെ തന്നെ ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ളവന് അവരുടെ ഒരു ലൈഫ് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല, വളരെ മോശമായ രീതിയിലൊക്കെ ആയിരുന്നു അവർ പോയിരുന്നത്. അതൊക്കെ അവർ എവിഡന്റ് ആണ്, അവർ പ്രവർത്തിക്കുകയാണ്, അവർ ഓക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പേളിമാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവായിട്ടുള്ള ശ്രീജിഷ് അങ്ങനെ പറഞ്ഞിട്ടുള്ള അവരൊക്കെ എവിഡന്റ് ആണ്, അവർ പ്രണയിക്കുകയാണ്, അവർ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് എവിഡന്റ് ആയിട്ട് അവരാരും അങ്ങനെ
എന്ത് ചെയ്യണില്ല, പറയണില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും ഇത് അവർ ഇപ്പോൾ ജിസൈലിനെ നോക്കണതോ അല്ലെങ്കിൽ അപ്പാനി ഞാനിവരുമായിട്ട് പ്രണയത്തില്ല അതൊന്നും പറയുന്നില്ല. എവിഡൻ്റായിട്ട് അവരത് ആരെയും കാണിക്കണമില്ല. അവർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നാച്ചുറലായിട്ടാണ് അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. പക്ഷെ അതിനവർ എന്ത് ചെയ്യണം, ഒരു ഗെയിം പ്ലാൻ, അവരെ ഒതുക്കാനും അടിക്കാനും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിനെയും ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെയും ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗെയിമുകളൊന്നും നമുക്ക് താല്പര്യമില്ല. അത് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് കുറച്ചും കൂടെ അടുത്ത സീസണിലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ബിഗ് ബോസ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ബിഗ് ബോസ് ഷോ ഒന്നാമത്തെ സീസണിൽ നടന്നതുപോലെയല്ല രണ്ടിൽ നടന്നതല്ല മൂന്നിൽ നടന്നത്. അവർക്കൊരു ഗെയിം പ്ലാൻ ബിഗ് ബോസിന് തന്നെ ഉണ്ടാവും. അവർക്കൊരു ബിസിനസ്സാണ്. ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും വളർത്താനും വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കും. ആ രീതിയിൽ തന്നെയാണ് അവർ പോണത്. അതിന് ആ എഗ്രിമെൻറ്റും വെച്ചിട്ടാണ് ഈ ആളുകൾ പോയിട്ടുള്ളത്. പക്ഷേ ഇതുകൂടി ആ എഗ്രിമെൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു മാനുഷിക പരിഗണന വെച്ചിട്ട്, കാരണം ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആക്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ഈ അനുഭവിക്കുന്ന ആളുകളുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള റൂൾസും കൂടി ഉൾപ്പെടുത്താന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ വരുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കണക്കാറുണ്ട്. കാരണം അത് റേറ്റിംഗ് കൂടുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അടി ഉണ്ടാകുന്നതും കാര്യങ്ങൾ പറയുന്നതൊക്കെ. തെറിവിളി മാത്രം ഒഴിവാക്കണം, ദേഷ്യപ്പെട്ടോളൂ എന്നാണ് പറയുന്നത്. ചില ഗെയിമുകളും അങ്ങനെയാണ്, പരസ്പരം അടിപിടി കൂടിക്കാനും ചില ഫിസിക്കൽ ടാസ്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ അടിപിടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് എല്ലാവരും മറന്ന് രസകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വളരെ നല്ല കാര്യം. ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രയാസപ്പെടുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയം ഫാമിലി അല്ലെങ്കിൽ ഈ സ്ത്രീ വിഷയം എന്നൊക്കെ പറയുന്നത് കുറേ കൂടെ പ്രയാസപ്പെടും എന്നുള്ളതാണ്. പിന്നീട് കുറ്റബോധം ഉണ്ടായിട്ടും അത് മാറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രയാസപ്പെടേണ്ട ആളുകൾ വേദനിച്ചത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് സോറി പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇത്ര എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മൾ പിന്നെ കൂടുതലായിട്ടും അത്തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എന്താ പറയുക സീൻ ടു സീൻ പറഞ്ഞിട്ട് ചില ചാനലുകളൊക്കെ പറയുന്നത് പോലെ അനു ഇന്ന് അങ്ങനെ പറഞ്ഞു, അനു ഇന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല. നമ്മൾ ബിഗ് ബോസിനെ മൊത്തത്തിൽ വിലയിരുത്തിയിട്ട് ഒരുപാട് എപ്പിസോഡുകൾ കാണുമ്പോൾ അതിൽ കാണുന്ന കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വല്ലപ്പോഴായിട്ടാണ് നമ്മൾ ഈ വിഷയം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനുള്ളത്. അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബിഗ് ബോസ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റൊരു വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.